ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നടക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ യൂസഫ് ഭായ്, കരീമും ഞാൻ. പിന്നെ ഇത് നമ്മുടെ ആവണിയം കുന്നിൻ്റെ ബാക്കിലൂടെയാണ് പോകുന്നത്. കല്ലാമ്പാറയ്ക്ക് എത്തും. കയറ്റം കയറിയിട്ട് നല്ല കഥപ്പ്, അടിപൊളി റബ്ബറും തോട്ടം കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളിത് കാണൂ ഗൈസ്, ഈ സൈഡ് നോക്കൂ. വാട്ട് എ ലുക്ക്. അവിടെ കുന്നിൻ്റെ ബാക്ക് വശാട്ടോ. ഈ റോഡ് നേരെ പോകുന്നത് കല്ലാമ്പാറ, ഒരു ചർച്ചില്ലേ ആ ഭാഗത്ത് എത്തും. ഇതാ പോകുന്നു. എന്തൊക്കെ ചർച്ചകളാണ് റോഡിനെ പറ്റിയിട്ടൊക്കെ പറയാൻ തോന്നുന്നത്. എരിയും എന്തൊക്കെ പറയുന്നു, പറയൂ. ആ അത് ഒരു നമ്മുടെ ആമണിയങ്കുന്നിന്റെ ബാക്ക് വശത്താപ്പുള്ളത്. വന്നിട്ട് ഒരുപാട് കാലം നല്ല വൈബാണ് ഇവിടെ. സൂപ്പർ അല്ലേ? ഇപ്പൊ 7 മണി ആയാലും 6:30 ആയാലും. പക്ഷെ ഇവിടേക്ക് ഇപ്പൊ നേരം വെളുക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോഴും ഇരുട്ട് മൂടി പ്രദേശം. എങ്ങനെ ഇവിടെ റബ്ബറിന്റെ ഇവിടെ ഒന്നും നേരം വെളുത്തിട്ടില്ല. നോക്കൂ, ഇരുട്ടം തന്നെയാണ്. അങ്ങോട്ടൊക്കെ ഇത് ഫോണിലായതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊക്കെ കുറച്ച് ഇരുട്ട് തന്നെയാണ്. ഇത് നമ്മുടെ ഇടപ്പറ്റ പഞ്ചായത്തിലാണെങ്കിലും സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ഇടപ്പറ്റ അറിയുന്നത്. 25 കിലോമീറ്റർ പോയ സൈലന്റ് വാലിയായി. അപ്പോൾ നമ്മൾ ഈ പുലിയെ കണ്ടു, കടുവിനെ കണ്ടു പറയാതെ നിങ്ങളുടെ എത്താൻ കൂടുതൽ സമയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, അലർട്ടായിരിക്കണം. പുലിന്റെ മുന്നിൽ കണ്ട രക്ഷപ്പെടേണ്ട പുലിയോട് താമസിക്കാൻ ചാൻസ് കൂടുതൽ സ്ഥലമാണ്. പിന്നെ ഒരു മെച്ചം വെച്ചാൽ ഞങ്ങൾ 3 ആളിലും ഇടയിൽ പുലി വരികയാണെങ്കിൽ ആരെയാണ് ആദ്യം പിടിക്കുക നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ചെറിയ ചാറ്റൽ മഴ, അതാണ് ഈ കേസും. ഓക്കെ, അതിനിടില്ലാത്ത തൊപ്പിണ്ടോ? ഇല്ല, മഴ നല്ല ഒരു ചെറിയ ഒരു സ്പ്രേ മഴ ഉണ്ട് ഇന്ന് രാവിലെ. നല്ല ചൊറുക്കില്ല, നല്ല രസമുള്ള ഏരിയയാണ്. നമുക്കിത് കണ്ടിട്ട് വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇങ്ങനെ ഭയങ്കര രസത്തിലിങ്ങനെ പറയണേക്കണം. നമ്മുടെ നാട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ട് ഇതായതാണ്. രാവിലത്തെ ഒരു നടത്തമായി. നമുക്കിങ്ങനെ നമ്മളെ നാടിനെ പറ്റിയിട്ട് ഇങ്ങനെ ആളുകൾക്ക് അറിയാത്ത ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരവസരം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഒരു സ്നേഹം അറിയിക്കണം ഗൈസ്. എടോ, ആ കാണുന്നത് 2 നായ്ക്കൾ കിടക്കുകയാണോ ഒരു സംശയമുണ്ട് കേട്ടോ. അതോ പുലിയാ? ഉറങ്ങ എന്താണ്, വരാൻ പറ്റുമോ? മണ്ണാണല്ലേ? ഓക്കെ. മണ്ണ് ഇടിഞ്ഞാടിയതാണ് ഗൈസ്. എന്താണ്, ചക്ക ലോഡിറക്കി വെച്ചതോ അതോ കൊയിഞ്ഞാടിയതോ? അങ്ങനെ വെറുതെ ചാടി? അത് ശരി. ഓക്കെ. ഇത് നാച്ചുറലായിട്ട് നമ്മളെ വിട്ടെന്ന് കണ്ടപ്പോൾ ആന പില തന്നെ. ഓഹോ, എമ്മാരി ചക്കള് ഗൈസ്. സംഭവം ശരിയാട്ടോ അല്ലേ? ഇതുമ്പോൾ പുലിക്ക് ചാടിച്ചാവും ഇതാവുന്നേ. അതാ മയിലിൻ്റെ കരച്ചിൽ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്.
ഇഷ്ടം പോലെ മയിലുകളും ഒക്കെ അധിവസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നോക്കുക, നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ കാണാം. എടാ മയിലിനെ കാണുന്നുണ്ടാ? അതാടാ 2-3 ഏറ്റവും ടോപ്പിൽ കണ്ടോ? ഇത് അല്ല, മയിലല്ല ഗൈസ്. ഇനി വരുമ്പോൾ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞതാ മേലെ എനിക്ക് തോന്നിയതാട്ടോ, എനിക്ക് തോന്നിയതാ. നല്ല ഏരിയണേ ഇതിൽ നടക്കാനേ. അപ്പോൾ പിന്നെ ഇനി പിന്നെ വരാം. ഓക്കെ, ഇതാ മയിലിൻ്റെ ഒച്ചയൊക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. നല്ല പൂക്കളിലെ ചെമ്പരത്തി, വൈറ്റ് അല്ല ചെമ്പരത്തി അല്ല, ഇത് കോളാമ്പി പൂ മാറില്ല പോവാ. ഇനി നമുക്ക് ലൈറ്റിങ്ങനൊക്കെ എടുത്തി പോലെ നേരം വെളുത്തില്ലേ. സേവ് ഇലക്ട്രിസിറ്റി, ഓക്കെ, നമ്മളെ ക്യാമ്പയിനാണ്. കയറ്റം കയറിയിട്ട് ഒരു ക്ഷീണം. അതിന് സ്വിച്ച് ഉണ്ടോ കരീമേ? കരീം, അതിന് സ്വിച്ച് ഉണ്ടോ? ഓഫായി. ആ അതിൻ്റെ അപ്പുറത്ത് തന്നെ അല്ലേ? നല്ല രസമുണ്ട്. ഇതേ സൂം ചെയ്യട്ടെ അല്ലേ? സൂപ്പർ അല്ലേ? നല്ല വ്യൂ. സ്വിച്ച് ഓഫാക്കി പോകൂ കരീമേ. ഇതാ ഇതാ ഗൈസ്, ഇതിപ്പോൾ ഓഫിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്വിച്ച് ഒന്ന് ഇട്ടോക്കാം. ആ ഓണാക്കി ഓഫാകും അവിടെ. ആ ഇതോ അവിടെ എത്തിയേ. നല്ലൊരു കൊന്ന ഒരു ഇറക്കം. സ്വിച്ച് നോക്കി പോയിക്കോ കരീമേ, അത് ഓഫാക്കിക്കോ. നേരം വെളുത്തുക്കണു. മനുഷ്യ സ്നേഹികൾ ഓഫാക്കി പോകലാണ് രാവിലെ. അവർ എണീറ്റിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഓഫാക്കിയെന്ന് മാത്രം. ഗൈസ്, ഇവിടെ ഒരു JCB ഉറങ്ങുന്നുണ്ട്, ഡ്രൈവർ എത്തിയിട്ടില്ല. JCB വാങ്ങിയാലോ? അതെ തന്നെ 6:45 അത് ശരി. 6 മണിക്ക് കരീം പറഞ്ഞ രീതിയിലാണെങ്കിൽ 6:45. ആ ഉണ്ടേ, അതില്ലാതിരിക്കൂല. അപ്പോൾ ഓഫാക്ക്. സ്ഥിരമായിട്ട് ഓഫാക്കുന്ന ആളുകളോട് ക്ഷമിക്കട്ടെ, കാരണം ഞങ്ങൾ കണ്ടപ്പോൾ ഓഫാക്കിയെന്ന് മാത്രം. നല്ലൊരു ഇറക്കാത് അങ്ങനെ കണ്ടില്ലേ. ഇവിടെ അതാ കിണറിന് ആവശ്യമായ, വേസ്റ്റ് കുഴികൾക്ക് ആവശ്യമായ എല്ലാവിധ റിങ്ങുകളും
ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ? അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇയാൾക്കൊരു ബിസിനസ് ആയിക്കോട്ടെ ഗൈസ്. ഇതാണ് ഞങ്ങളെ ഹോട്ടൽ സ്പൈസ് ഹട്ട് നാടൻ ഭക്ഷണശാല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നിങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ പുത്തൻകുളത്ത് ക്രോസ് ചെയ്യലാണ്. ഹോട്ടൽ സ്പൈസ് ഹട്ടിലേക്ക് എത്തി. ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് തുടരും. ഓക്കെ.